നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. നെയ്മർ ജൂനിയർ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കൊരു പഞ്ഞവും ഉണ്ടാവാറില്ല. അദ്ദേഹം തിരികെ സാന്റോസിലേക്ക് എത്തും, അതല്ല അദ്ദേഹം ബാഴ്സലോണയിലേക്കോ മറ്റേതെങ്കിലും യൂറോപ്യൻ ക്ലബിലേക്കോ പോകുമെന്നൊക്കെയുള്ള തരത്തിൽ റൂമറുകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നെയ്മർ ജൂനിയർ. അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പറയുകയാണ്. ESPN FC അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ അത് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നെയ്മർ തൻ്റെ ഭാവിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ, സാന്റോസിലേക്ക് ഉടൻ മടങ്ങുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കാം. നെയ്മർ പറയുന്നു, ഉടൻ സാന്റോസിലേക്ക് മടങ്ങുമോ എന്നുള്ളത് നോ ചാൻസ്, ഇറ്റ്സ് എ ബുൾഷിറ്റ് എന്നാണ്. ഒരു സാധ്യതയുമില്ല. എനിക്ക് അൽ ഹിലാലുമായിട്ടൊരു വർഷം കൂടി കോൺട്രാക്റ്റ് ഉണ്ട്. സോ ഞാൻ എന്തായാലും സാന്റോസിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഒരു നാൾ എനിക്ക് സാന്റോസിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അൽ ഹിലാലിന്റെ കാര്യത്തിലാണ്. ഐ ഹോപ്പ് ടു ഹാവ് എ ഗ്രേറ്റ് സീസൺ ആഫ്റ്റർ ദി ഇഞ്ചുറി. പരിക്കിന് ശേഷം നല്ലൊരു സീസൺ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഉള്ളത് എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത്. ചുരുക്കത്തില് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തായാലും നെയ്മർ ജൂനിയർ അൽ ഹിലാൽ വിടാൻ പോകുന്നില്ല. അദ്ദേഹം അവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. അടുത്ത സീസൺ പൊളിച്ചെടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതാണല്ലോ ഇത്തവണ അൽ ഹിലാൽ കിരീടം ചൂടിയ സമയത്ത് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ഇട്ടത്. ഇത്തവണ 3 കിരീടങ്ങൾ കിട്ടി, അതിന് ഞാൻ നന്ദി പറയുന്നു. പക്ഷേ അടുത്ത സീസൺ അതെനിക്ക് വിട്ടേക്കൂ എന്നാണല്ലോ നെയ്മർ പറഞ്ഞത്. അതെ, നെയ്മർ പരിക്കിന് ശേഷം അടുത്ത സീസണിൽ അൽ ഹിലാലിനായിട്ട് മിന്നിക്കത്തി കളിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അത് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.